വിദ്യാർത്ഥി സംഘടനകളുടെ തുടർ സമരങ്ങൾ ഫലം കണ്ടു. മലപ്പുറം ജില്ലയിൽ അധിക ബാച്ച് അനുവദിച്ചു. എന്നിട്ടും പ്രതിസന്ധി തുടരുകയാണ്. 74 സർക്കാർ സ്കൂളുകളിലായി 120 താൽക്കാലിക +1 ബാച്ചാണ് ജില്ലയ്ക്ക് അനുവദിച്ചത്. അതിൽ പുതുതായി ഒരു സയൻസ് ബാച്ച് പോലുമില്ല. കൊമേഴ്സിന് 62ഉം ഹ്യൂമാനിറ്റീസിന് 58 ബാച്ചുകളും വീതം കിട്ടി. എന്നാൽ കുട്ടികൾക്ക് താൽപ്പര്യമുള്ള സയൻസ് ബാച്ച് ഒന്നുപോലും അനുവദിക്കാത്തതിൽ വിദ്യാർത്ഥികൾക്ക് അതൃപ്തിയുണ്ട്. അധിക ബാച്ച് അനുവദിച്ചപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയാണെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പരാതി. ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിലായ ഒരു സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും കുറച്ച് നൽകുക എന്ന രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഇതൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ എടുത്ത തീരുമാനമല്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും കുറവ് സീറ്റ് ബാച്ചുകൾ അനുവദിച്ച് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന രാഷ്ട്രീയമായ കുതന്ത്രത്തിൽ നിന്ന് സർക്കാർ എടുത്ത തീരുമാനമാണ് ഈ 130 ബാച്ച് എന്ന് പറയാതിരിക്കാനാവില്ല. സർക്കാർ പ്രഖ്യാപനം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുറത്തു നിൽക്കുന്ന കുട്ടികൾക്ക് ഏറെ ആശ്വാസമാകുമെന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ബാച്ചിൽ 60 പേർക്ക് പ്രവേശനം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവഴി 7200 പേർക്ക് കൂടി സീറ്റ് ലഭിക്കും. എന്നാൽ മലപ്പുറത്ത് അനുവദിച്ച 120 ബാച്ചുകളിൽ 65 വിദ്യാർത്ഥികളെ വെച്ച് പരിഗണിച്ചാൽ പോലും അവസരം ലഭിക്കുക 7800 വിദ്യാർത്ഥികൾക്കാണ്. അപ്പോഴും 1991 സീറ്റുകളുടെ കുറവുണ്ടാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അനുസരിച്ച പാലക്കാടും കോഴിക്കോടും പ്രതിസന്ധിയുണ്ട്. ശേഷിക്കുന്ന സീറ്റുകൾ പരിഗണിച്ചാൽ പാലക്കാട് 4383ഉം കോഴിക്കോട് 2280 സീറ്റുകളുടെയും കുറവുണ്ട്. ഈ 2 ജില്ലകളിലും ഒരു ബാച്ച് പോലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.